എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വിജിത്ത് എന്നാണ്. ഞാൻ അനന്യയുടെ ടീച്ചിങ് 10 എന്ന പ്രോഗ്രാമിൻ്റെ മെൻറ്ററാണ്. അനന്യയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അനന്യ വരുന്നത് IGMMRS സ്കൂൾ നിലമ്പൂരിൽ നിന്നാണ്. അനന്യ നല്ലൊരു ബ്രില്യൻറ്റ് സ്റ്റുഡൻ്റാണ്. ഈ 2 ആഴ്ചയും ഞങ്ങൾ അത് പഠിച്ചപ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ അറിയാനും അതിൻ്റെ ആപ്ലിക്കേഷനുകളെക്കുറിച്ച് അറിയാനും എപ്പോഴും കീനായിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അനന്യ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് വെയിങ് മെഷീനും അതിൻ്റെ ഭാഗങ്ങളും അതിൻ്റെ അടിസ്ഥാന ശാസ്ത്രവുമാണ്. ഇതിനെക്കുറിച്ച് വിശദമായി അനന്യ പറയുന്നുണ്ട്. നമുക്ക് അത് എല്ലാവർക്കും മനസ്സിലാവുമെന്നും ഇത് മറ്റു കുട്ടികൾക്ക് ഉപകാരപ്പെടുമെന്നും വിശ്വസിക്കുന്നു. ഐ വിഷ് ഹർ വെരി ബെസ്റ്റ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അനന്യ. ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് തൂക്കേന്ദ്രത്തെ കുറിച്ചാണ്. തൂക്കേന്ദ്രം നമ്മൾ കടയിൽ പോയി പലതരം സാധനങ്ങൾ വാങ്ങാറുണ്ടല്ലോ. അവ വാങ്ങുന്നത് ഗ്രാമിലോ കിലോഗ്രാമിലോ ആയിരിക്കും. അവ വാങ്ങുമ്പോൾ അളന്നു നോക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. സ്പ്രിംഗ് ബാലൻസ്, വീൽ ബാലൻസ്, ഡിജിറ്റൽ ബാലൻസ്, വേ ബാലൻസ്. ഞാൻ ഇവിടെ വേ ബാലൻസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. വേ ബാലൻസിന്റെ അടിസ്ഥാന പ്രവർത്തനത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി നമ്മൾ മാസും ഭാരവും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് നോക്കാം. മാസ് എന്ന് പറയുന്നത് ഒരു വസ്തുവിൻ്റെ ദ്രവ്യത്തിൻ്റെ അളവിനെയാണ്. ഉദാഹരണത്തിന് ഒരു ചാക്ക് അരി എടുക്കുക. അരിയുടെ മാസ് എന്ന് പറയുന്നത് ഓരോ അരിമണികളുടെയും മാസാണ്. ഓരോ അരിമണികളും ഉണ്ടാകുന്നത് തന്മാത്രകളും ആറ്റങ്ങളും കൂടി ചേർന്നാണ്. മാസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണ്. എന്നാൽ ഭാരം എന്ന് പറയുന്നത് ഒരു വസ്തുവിനെ ഗുരുത്വാകർഷണം മൂലം ഉണ്ടാകുന്ന ബലത്തെയാണ്. ഇതിൻ്റെ സമവാക്യം എന്ന് പറയുന്നത് W = M × G ആണ്. G എന്ന് പറയുന്നത് ഗുരുത്വാകർഷണ സ്ഥിരാങ്കമാണ്. ജിയുടെ സംഖ്യ എന്ന് പറയുന്നത് 9.81 m/s² ആണ്. ഭാരത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ ആണ്. ഇനി ഭൂമിയിലും ചന്ദ്രനിലും ബഹിരാകാശത്തും മാസും ഭാരവും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് നോക്കാം. 10 കിലോ ഉള്ള ഒരു പെട്ടി എടുത്ത് ഭൂമിയിൽ അതിൻ്റെ ഭാരം അളന്നപ്പോൾ കിട്ടിയത് 98 ന്യൂട്ടൺ ആണ്. അതേ വസ്തു എടുത്ത് ചന്ദ്രനിൽ അതിൻ്റെ ഭാരം നോക്കിയപ്പോൾ കിട്ടിയത് 16 ന്യൂട്ടൺ ആണ്. ഇതിന് കാരണം ചന്ദ്രനിൽ ഗുരുത്വാകർഷണം കുറവാണ്. അതേ വസ്തു എടുത്ത് ബഹിരാകാശത്ത് അതിൻ്റെ ഭാരം നോക്കിയപ്പോൾ കിട്ടിയത് 0 ന്യൂട്ടൺ ആണ്. ഇതിന് കാരണം ബഹിരാകാശത്ത് ഗുരുത്വാകർഷണം ഇല്ല. അടുത്തായി ത്രാസിന്റെ പ്രവർത്തനത്തെ കുറിച്ച് നോക്കാം. അറിയാവുന്ന മാസുള്ള ഒരു തൂക്കുകട്ടി എടുത്ത് ത്രാസിന്റെ ഒരു തട്ടിൽ വയ്ക്കുക. അളക്കേണ്ട വസ്തു ത്രാസിന്റെ മറുതട്ടിലും വയ്ക്കുക. ഇവ രണ്ടും സമനിലയിലാകുമ്പോൾ തൂക്കുകട്ടിയുടെ അതേ മാസ് തന്നെയാണ് വസ്തുവിൻ്റെ മാസ് എന്ന് പറയാം. ഇതിൻ്റെ ബുദ്ധിമുട്ട് ത്രാസ് കൊണ്ടു നടക്കാൻ ബുദ്ധിമുട്ടാണ്. അറിയാവുന്ന മാസുള്ള ഒരു തൂക്കുകട്ടിയുടെ ആവശ്യമുണ്ട്. കൂടുതൽ ഭാരം അളക്കാൻ ബുദ്ധിമുട്ടാണ്. ഇതിന് പകരമായി ഉപയോഗിക്കാവുന്നതാണ് സ്പ്രിംഗ് സ്കെയിൽ. സ്പ്രിംഗ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. ഹുക്കിൽ ഒരു വസ്തു തൂക്കുമ്പോൾ സ്പ്രിംഗ് നീങ്ങും. സ്പ്രിംഗ് നീങ്ങുമ്പോൾ ഇതിലെ സൂചി നീങ്ങും. സൂചി നീങ്ങുമ്പോൾ സ്കെയിലിൽ നമുക്കതിൻ്റെ ഭാരം കാണാൻ സാധിക്കും. സ്പ്രിംഗ് സ്കെയിലിൻ്റെ അകത്തുള്ളത് സ്പ്രിംഗ് ആണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? സ്പ്രിംഗ് പലതരമുണ്ട്. പലതരം സ്പ്രിങ്ങിനും പലതര സ്വഭാവമാണ് ഉള്ളത്. ഉദാഹരണത്തിന് എൻ്റെ കയ്യിൽ 2 സ്പ്രിങ്ങുകളുണ്ട്. ഈ 2 സ്പ്രിങ്ങുകളും വലുപ്പവും കട്ടിയും വ്യത്യാസമുണ്ട്. ഈ 2 സ്പ്രിങ്ങിലും ഒരേ ഭാരമുള്ള ഒരു തൂക്കുകട്ടി വെച്ച് തൂക്കി നോക്കാം. ഇതിൽ തൂക്കുകട്ടി വെച്ച് തൂക്കി നോക്കുമ്പോൾ
വലതുവശത്തെ സ്പ്രിംഗ് കുറച്ച് നീങ്ങുകയും ഇടതുവശത്തെ സ്പ്രിംഗ് കുറച്ച് നീങ്ങുകയുമാണ് ചെയ്തത്. ഇതിന് പുറമെ ഒന്നുകൂടി അതിൽ ഭാരം വെച്ച് നോക്കാം. അപ്പോൾ ഇടതുവശത്തെ സ്പ്രിംഗ് കുറച്ച് നീങ്ങുകയും വലതുവശത്തെ സ്പ്രിംഗ് കൂടുതൽ നീങ്ങുകയും ചെയ്തു. ഇനി ഒരു സ്പ്രിംഗ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. ഒരു സ്പ്രിംഗ് എടുത്ത് അതിൻ്റെ ഒരു വശത്ത് ബലം കൊടുക്കുമ്പോൾ സ്പ്രിംഗ് നീങ്ങും. സ്പ്രിംഗ് നീങ്ങിയ ദൂരത്തെ എച്ച് എന്നും കൊടുത്ത ബലത്തെ എഫ് എന്നും പറയും. ഇവ രണ്ടും ആനുപാതികമായിരിക്കും. ഇതിനെയാണ് ഹുക്സ് ലോ എന്ന് പറയുന്നത്. ഈ ആനുപാതിക ചിഹ്നം മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ എഫ് സമം കെ എച്ച് എന്ന് പറയുന്നത്. കെ എന്ന് പറയുന്നത് സ്പ്രിങ്ങിൻ്റെ കാഠിന്യമാണ്. തൂക്യന്ത്രത്തിൻ്റെ ഭാഗങ്ങൾ പരിചയപ്പെടാം. പുറംചട്ട, ലിവറുകൾ, സ്പ്രിങ്, റാക്ക്, പിനിയൻ, ഡയൽ. ഇതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് നോക്കാം. ലിവറിൽ സ്പ്രിങ്ങിൻ്റെ പുറംചട്ടയിൽ ഭാരം കൊടുക്കുമ്പോൾ ലിവറുകൾ സമമായി സ്പ്രിങ്ങിൽ കൊടുക്കുന്നു. സ്പ്രിങ് താഴോട്ട് വലിയുന്നു. സ്പ്രിങ്ങിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന റാക്ക് നേർദിശയിൽ ചലിക്കുന്നു. നേർദിശയിൽ ചലിക്കുന്ന റാക്കിനെ വട്ടത്തിൽ കറക്കാൻ വേണ്ടിയാണ് പിനിയൻ ഉപയോഗിക്കുന്നത്. പിനിയൻ വട്ടത്തിൽ കറങ്ങുമ്പോൾ ഇതിനാനുപാതികമായി ഡയലും വട്ടത്തിൽ കറങ്ങും. ഡയൽ വട്ടത്തിൽ കറങ്ങുമ്പോൾ ഇതിൻ്റെ ഭാരം ഡയലിൽ കാണാൻ സാധിക്കും. തൂക്യന്ത്രത്തിൻ്റെ മുകളിൽ ഒരു ഭാരം കൊടുക്കുമ്പോൾ ലിവറുകൾ സമമായി സ്പ്രിങ്ങിലേക്ക് എത്തിക്കുന്നു. സ്പ്രിങ് താഴോട്ട് നീങ്ങുന്നു. സ്പ്രിങ് താഴോട്ട് നീങ്ങുമ്പോൾ സ്പ്രിങ്ങിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന റാക്ക് നേർദിശയിൽ ചലിക്കും. നേർദിശയിൽ ചലിക്കുന്ന റാക്കിനെ വട്ടത്തിൽ കറക്കാൻ വേണ്ടിയാണ് പിനിയൻ ഉപയോഗിക്കുന്നത്. പിനിയൻ വട്ടത്തിൽ കറങ്ങുമ്പോൾ അതിനാനുപാതികമായി ഡയലും വട്ടത്തിൽ കറങ്ങും. ഡയൽ വട്ടത്തിൽ കറങ്ങുമ്പോൾ ഇതിൻ്റെ സംഖ്യ നമുക്കിതിൽ ഡയലിൽ കാണാൻ സാധിക്കും. പിനിയനും റാക്കും ഉപയോഗിക്കുന്നത് നേർദിശയിൽ പോകുന്ന റാക്കിനെ വട്ടത്തിൽ കറക്കാൻ വേണ്ടിയാണ് പിനിയനും റാക്കും ഉപയോഗിക്കുന്നത്. ഇനി തൂക്യന്ത്രത്തിൻ്റെ ചില ഭാഗങ്ങളുടെ മറ്റു ഉപയോഗങ്ങൾ നോക്കാം. ഇതാണ് സ്റ്റിയറിംഗ് ചക്രയന്ത്രഘടന. ഇത് സ്റ്റിയറിംഗ് നമ്മൾ വാഹനങ്ങൾ ഇടത്തോട്ടും വലത്തോട്ടും തിരിക്കാനായി ഉപയോഗിക്കാറുണ്ടല്ലോ. ഇതിൻ്റെ പ്രവർത്തനം നോക്കാം. സ്റ്റിയറിംഗ് വട്ടത്തിൽ കറങ്ങുമ്പോൾ ഇതിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന പിനിയനും വട്ടത്തിൽ കറങ്ങുന്നു. വട്ടത്തിൽ കറങ്ങുന്ന പിനിയണിനെ നേർദിശയിൽ ചലിപ്പിക്കാൻ വേണ്ടിയാണ് റാക്ക് ഉപയോഗിക്കുന്നത്. നേർദിശയിൽ ചലിക്കുന്ന റാക്കിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ടൈ റോഡ് ചക്രത്തെ ഇടത്തോട്ടും വലത്തോട്ടും തിരിക്കുന്നു. സ്പ്രിംഗ് ഉപയോഗിക്കുന്ന മറ്റൊരു ഉപകരണമാണ് പേസ് മേക്കർ. പേസ് മേക്കർ ഉപയോഗിക്കുന്നത് ചില ഹൃദയരോഗികളുടെ ഹൃദയമിടിപ്പ് സാധാരണ നിലയിൽ താങ്ങി നിർത്താൻ വേണ്ടിയാണ്. ഇതിൻ്റെ പ്രവർത്തനം നോക്കാം. വൈദ്യുതി സിഗ്നൽ കൊടുക്കുമ്പോൾ സ്പ്രിങ്ങിൻ്റെ ആനുപാതികമായി സ്പ്രിംഗ് അമരുകയും വികസിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് ഹൃദയരോഗികളുടെ ഹൃദയമിടിപ്പ് സാധാരണ നിലയിലാക്കുന്നത്. ഞാൻ പറഞ്ഞ തൂക്യന്ത്രത്തെക്കുറിച്ചും അതിൻ്റെ ഭാഗങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നന്ദി.